ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്ന് താലപ്പൊലി മഹോത്സവമാണ്. അപ്പം ഞങ്ങൾ തിരുവാതിരക്കളിയൊക്കെ കളിച്ച ആ അമ്പലത്തിലാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് പാട്ടുത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ദിവസമായ ഇന്ന് ഇന്ന് താലപ്പൊലി മഹോത്സവമാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഓരോ പ്രദേശത്തുനിന്നും ആ അമ്പലത്തിൻ്റെ 4 ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ഓരോ പ്രദേശങ്ങളിൽ നിന്നും കാളവരവ്, പിന്നെ അങ്ങനെ വേഷങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അമ്പലത്തേക്ക് ഇന്ന് എഴുന്നള്ളിപ്പായിട്ട് വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്തു നിന്നുള്ള പോകുന്ന കാള എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ കാണാൻ പറ്റും കാളേനെ. അപ്പോൾ അവിടെയാണ് അതിൽ ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയിട്ടെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കാരണം കാളയൊക്കെ ഫുൾ ലൈറ്റൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടേ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ പരിശ്രമമാണ് കേട്ടോ ഇത്രയും ഭംഗിയാക്കിയിട്ടൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഒരുക്കാൻ. അവർ എത്ര ദിവസമായി ഇതിനു വേണ്ടിയിട്ട് ഓടി നടന്ന്, പിന്നെ ഇതിനുള്ള പിരിവും ഒക്കെ വേണ്ടേ. ഇതൊക്കെ നല്ല ചിലവുള്ള സംഭവങ്ങളാണ്. കാണാൻ ഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ചിലവുമുണ്ട്. അപ്പോൾ പിന്നെ ആ ചെണ്ട പോലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് കാണിക്കാൻ. ഞാൻ കാളേനെയൊക്കെ അവിടെ കൊണ്ടുവന്ന് രാത്രി ലൈറ്റ് ഇട്ടിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കാണാൻ പോയി. എനിക്ക് സിറ്റ് ഔട്ട് ഇട്ടിരുന്നാലും കുറേശ്ശെ കാണാൻ ലൈറ്റൊക്കെ ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പോയി കണ്ടു. പിന്നെ ഞാനതിൻ്റെ കാളേൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിക്കാം. അപ്പം നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു മഹോത്സവം തന്നെയാണ് നമ്മുടെ നാട്ടിലെ താലപ്പൊലി ഉത്സവം. അപ്പോൾ എല്ലാ വർഷവും നടത്തി വരാറുള്ളത് തന്നെയാണ് കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു ഞങ്ങളുടെ തിരുവാതിരക്കളിയൊക്കെ നടന്നത്. അങ്ങനെ ഗംഭീര പരിപാടികളാണ് ഓരോ ദിവസമായിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കെടുക്കും, തൊഴാൻ പോകലും, പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഓരോ ഉത്സവങ്ങൾ ഉണ്ടാവുന്നതും നല്ല സന്തോഷമുള്ള കാര്യമില്ലേ. നമുക്കതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത് അതിലേറെ സന്തോഷം. അപ്പോൾ ഇവിടുന്ന് കാളവരവ് കഴിഞ്ഞതിന് ശേഷം വേണം അമ്പലത്തേക്ക് പോകാൻ. അത് ഇങ്ങനെ റോഡിന് ഒരുപാട് ദൂരം നടക്കണം. അപ്പം ഞാൻ കാളേൻ്റെ കൂടെ പോണില്ല. ജസ്റ്റ് കാള വരുമ്പോൾ പോണതൊന്ന് കണ്ടിട്ട് പിന്നെ അമ്പലത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല അതിഗംഭീരമായിട്ടുള്ള തന്നെ പരിപാടിയാണ് കേട്ടോ അമ്പലത്തിൽ. തലേ ദിവസം താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇന്ന് ആനയൂട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തർ വഴിപാടായിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ വകയാണ് കേട്ടോ ആ സംഭവങ്ങളൊക്കെ. ആനയ്ക്ക് കരിമ്പും, പിന്നെ ആനയൂട്ട് എന്ന് പറയുമ്പോൾ ചോറാണ്, ഉണങ്ങല്ലരി കൊണ്ടുള്ള ചോറാണ് ആനയ്ക്ക്. അത് ആരാണ് വഴിപാട് നടത്തണം വെച്ചെങ്കിൽ ആദ്യം നമ്പൂതിരി വാരി കൊടുക്കും, ആനയ്ക്ക് വായിൽ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആ വഴിപാടുകാരൻ ആരാച്ചാൽ അവർ വലിയ ഉരുളയാക്കിയിട്ട്, ആന ഉരുളാന്ന് പറഞ്ഞ പോലെ വലിയ ഉരുളയാക്കിയിട്ട് ആനയ്ക്ക് വായിൽ വെച്ച് കൊടുക്കും. പിന്നെ കരിമ്പ്, പഴം, പിന്നെ കുറേ ഫ്രൂട്ട്സുകൾ പോലുള്ള, അതുപോലെ തണ്ണിമത്തൻ്റെ ഒക്കെ പോലെ അതുപോലെയുള്ള ഫ്രൂട്ട്സ്, വെള്ളരിക്ക, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ആനയ്ക്ക് ഇന്ന് നല്ല കുശാലി. പിന്നെ പ്രസാദൂട്ടുണ്ട് അമ്പലത്തിൽ. ഇനി വൈകുന്നേരം ഗാനമേള ഉണ്ട്, പിന്നെ വെടിക്കെട്ടുണ്ട്. സംഭവം നല്ല ആഘോഷപരമായിട്ട് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഗാനമേള ഒക്കെ കാണാൻ പോയി. അപ്പോൾ മോനും ഉണ്ണേണ്ണൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പിന്നെ കുറേ നേരം ഇരുന്നപ്പോൾ പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നാലും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി. പിന്നെ ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പം ഇന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോകണ്ടായിരിക്കും. ഞങ്ങൾ അമ്പലത്തിലത്തെ അരിയേർപ്പ് ഇവിടുന്ന് ഈ ഇതൊക്കെ എഴുന്നള്ളിച്ച് കാളയൊക്കെ അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ നിന്ന് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരും. പിന്നെ അരിയേറ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് കളത്തിൽ. അപ്പം അതൊക്കെ അരിയേറ് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങും നമുക്ക്, അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അതിന് പോകണം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ ഓരോരുത്തരുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ചങ്ങടനെ പോരും. പിന്നെ മറ്റു പരിപാടികളൊക്കെ ആകുമ്പോഴേക്ക് ഒന്ന് ഫ്രഷായിട്ട് തിരിച്ചങ്ങടനെ പോകും. അപ്പോൾ ഫുൾ ടൈം ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ കാളേനെയൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. കാള വന്ന് നിൽക്കണത്. ഇനി താലപ്പൊലിൻ്റെ വീഡിയോ നോക്കാം. അപ്പോൾ എല്ലാതും കാണിക്കാം.
ഞങ്ങളുടെ അവിടുത്തെ ചെറുതൊന്നല്ല, നല്ല നല്ല ഉത്സവം തന്നെയാണ് കാണാൻ. ഇനിയിപ്പോൾ എല്ലാ നാട്ടിലും ഒരുപോലെ ഒന്നും ആവില്ലല്ലോ, ഓരോ നാട്ടിലും വ്യത്യസ്തം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാക്കും കാണുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കാള വന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളപ്പോൾ അതിന് ലൈറ്റൊക്കെ ഇട്ട് നിൽക്കണം. ആ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ കാണിക്കാം. കാളേനെ നിർത്തുന്ന സ്ഥലം കുരുത്തോലയും പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വരവേൽപ്പന്നെ കൊടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടുത്തെ യുവാക്കളുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു വരവേൽപ്പന്നെ കൊടുത്തിട്ടാണ് കാളേനെ അവിടെ ഇറക്കി നിർത്തിയത്. ഇത് രാത്രിത്തെ സീനാണ് കേട്ടോ. രാത്രി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാളേനെ കാണാനും. പിന്നെ ഇവിടെ നല്ലൊരു രസമായിട്ട് തന്നെ ആൾക്കാർ എല്ലാവരും നല്ല രസമായിരുന്നു. ലൈറ്റൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയ മുതൽ പാട്ടും വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ. കുട്ടികളൊക്കെ രാവിലെ നേരത്തെ ഇങ്ങോട്ട് എത്തിയതാണ്. പിന്നെ അവർ ഫുൾ ടൈം കാളേൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടും അവർ കാളേനെ കുറേ പീസാക്കിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. തല വേറെ, അങ്ങനെ ഓരോരോ ഭാഗങ്ങളും വേറെ വേറെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് സെറ്റാക്കണതൊക്കെ കുട്ടികളിങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയായിരുന്നു. കുട്ടികൾ നല്ല കേട്ടോ എല്ലാവരും. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ സിറ്റൗട്ടിലിരുന്നാൽ തന്നെ എനിക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണിത്. അപ്പോൾ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിലായിട്ടാണ് ഇത് കാളേനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, സൗകര്യപ്രദമായൊരു സ്പേസാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വരാനും കാണാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് യുവാക്കളുടെ കൂട്ടായ പ്രവർത്തനമാണ് കേട്ടോ ഇത്രയും ഒരു സംഭവം ഇവിടെ സെറ്റാക്കാൻ കഴിഞ്ഞത്. ഇത് നല്ല ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെ അമ്പലത്തിൽ വരെ എത്തിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല ഉത്തരവാദിത്തവും നല്ല റിസ്ക്കും ഉണ്ട്. ഇവർ ഊണും ഉറക്കവും കളഞ്ഞിട്ട് എന്ന് പറഞ്ഞ മാതിരി 2 ദിവസമായിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട്. പക്ഷേ 2 ദിവസമായിട്ട് ഫുൾ ടൈം ഇതിൻ്റെ പുറകെയാണ്. കാരണം ഇത് പാലക്കാട് ജില്ലയിൽ നിന്നിട്ടാണ് ഇത് കാളേനെ കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ടുള്ള എല്ലാ ചിലവും കാര്യങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ഇവർക്കാണ്. അപ്പോൾ യുവാക്കളുടെ അത്രയും അവരെ നമ്മൾ സപ്പോർട്ട് തന്നെ വേണം. കാരണം അവർ അത്രയും ഉത്തരവാദിത്വവും അത്രയും റിസ്ക്കുണ്ട് ഈ കാര്യം ചെയ്തെടുക്കാൻ. അപ്പോൾ അവർക്ക് ഒരു വലിയ സല്യൂട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.